ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു പത്രത്തിൽ അറബ് രാഷ്ട്രമായ സൗദി അറേബ്യയിലെ ഒരു പോലീസുകാരന്റെ അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ആരൊക്കെ അത് വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ആ പോലീസുകാരൻ ഒരു രാത്രി ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയർലെസ്സിലേക്കൊരു മെസ്സേജ് വന്നു. അങ്ങ് ദൂരെ മരുഭൂമിക്ക് നടുവിൽ ഒരു കാറ് ഒന്നിലധികം തവണ ഇടിച്ചു മറിയുകയും ആ കാറിലുള്ള ഒരു കുടുംബം 4 ആളുകൾ മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്നായിരുന്നു ആദ്യം വന്ന മെസ്സേജ്. ആ മെസ്സേജ് കണ്ട ഉടനെ തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി പറയപ്പെട്ട ആ സ്ഥലത്ത് എത്തിയപ്പോ പോലീസുകാരൻ തന്നെ പറയുന്നു, കാറിന്റെ കിടപ്പ് കണ്ടാൽ ഒരാൾക്ക് പോലും ജീവനുണ്ടാവില്ല എന്ന് തോന്നിപ്പിക്കുമാറ് ഇടിച്ചു മറഞ്ഞ് ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കൈകൾ കക്ഷത്തിൽ നിന്ന് വേർപെട്ടവരും തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്നവരും അവസാന ശ്വാസത്തിന് വേണ്ടി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കരയുന്ന 4 പേരെയാണ് ആ കാറിന്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടത്. എങ്ങനെയൊക്കെയോ ആ കാറിന്റെ ഭാഗങ്ങൾ പൊളിച്ചെടുത്ത് 4 പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മടിയിൽ കടത്തി ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോ അപ്പോഴും ആ കാറിന്റെ ഉള്ളിൽ നിന്നും പാശ്ചാത്യവൽക്കരണത്തിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന പാട്ട്, സംഗീതം ആ കാറിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവസാനം ഞങ്ങളുടെ മടിയിലേക്ക് കടത്തിയ ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കി തൽക്കീൻ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ചൊല്ലിക്കൊടുക്കുമ്പോ എന്തോ കണ്ട് പേടിച്ചതുപോലെ കണ്ണു തുറിച്ച് വെപ്രാളപ്പെട്ട് ഒരക്ഷരം പോലും ശബ്ദിക്കാൻ പറ്റാതെ ആ 4 പേരും ഞങ്ങളുടെ മടിയിൽ കടന്ന് മരിച്ചു. എന്നിട്ട് ആ പോലീസുകാരൻ പറയുന്നു, ആ മരണം കൺമുൻപിൽ കണ്ടപ്പോ ആ ശരീരത്തിന്റെ കണ്ണിന്റെ തുറിക്കലും മരണത്തെ കൺമുൻപിൽ കാണുമ്പോഴുള്ള വെപ്രാളവും അവരുടെ മുഖഭാഗത്തിൽ നിന്നുള്ള വേദനയും കണ്ണുകൊണ്ട് കണ്ട എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ഈ ദുനിയാവിൽ പടച്ച റബ്ബിന്റെ മതത്തെ നിരാകരിക്കുകയും തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ഇസ്ലാം എന്ന മതത്തിന് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ജീവിച്ച് മരിക്കുന്ന ആളുകളുടെ മരണം, ആ മരിപ്പിക്കാൻ പടച്ച റബ്ബ് ഉദ്ദേശിച്ച ആളുകളുടെ കണ്ണെത്തുന്ന ഭാഗത്ത് ആകാശലോകത്ത് നിന്നും പടച്ച റബ്ബ് മലക്കുകളെ പറഞ്ഞയക്കും. ആ മലക്കുകൾ ആ ശരീരത്തിലെ ആത്മാവിന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരുന്ന് അവന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ഗർജിക്കുമെന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസഹും ഖാലൂ ഫീമ കുൻതും കുന്നാ മുസ്തളഫീന ഫിൽ അർള്. വലൗ തറാ, പ്രവാചകരെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ജീവിക്കാനുള്ള കൃത്യമായ മാർഗം കാണിച്ചു കൊടുത്തിട്ടും ആ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ച ഒരാളുടെ മരണം അതെങ്ങാനും പ്രവാചകരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന മലക്കുകൾ 2 കൈകളും ആത്മാവിന്റെ നേരെ നീട്ടി അന്നുവരെ ആ ആത്മാവ് കാണാത്ത രീതിയിൽ ഗർജിച്ചുകൊണ്ട് പറയും, അഖ്രിജു, ഇങ്ങ് പോരടോ,
നിന്റെ കാലം കയ്യാറായി. ആ സമയത്ത് പേടികൊണ്ടും ഭയാനകമായ ആ അവസ്ഥയിൽ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് വലിഞ്ഞു വെപ്രാളപ്പെടുന്ന ആ മനുഷ്യന്റെ മുഖത്തിന്റെ വെപ്രാളം, ആ വെപ്രാളമാണോ ഈ 4 പേരുടെയും മുഖത്ത് ഞങ്ങൾ കണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോലും പറ്റാതെ 4 പേരും ഞങ്ങളുടെ മടിയിൽ കിടന്നു മരിച്ചു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ വയർലെസ്സിലേക്ക് ഒരു മെസ്സേജ് വന്നു. അറേബ്യയിലെ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ട ഉടനെ തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി ആ പറയപ്പെട്ട സ്ഥലത്തെത്തിയപ്പോ കണ്ട കാഴ്ച, കാറിന്റെ സീറ്റിന്റെയും സ്റ്റെയറിംഗിന്റെയും ഇടയിൽ തൂവള്ള വസ്ത്രധാരിയായ ഒരു ചെറുപ്പക്കാരൻ കുടുങ്ങിക്കിടക്കുന്നു. അവന്റെ വാഹനത്തിന്റെ ചുറ്റും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ചതറിക്കിടക്കുന്നുണ്ട്. ഞങ്ങൾ അവന്റെ കാറിന്റെ മുൻഭാഗത്തേക്ക് ചെന്നപ്പോ അരക്ക് തായ്ഭാഗത്തേക്ക് വാരിയല്ലടക്കം പൊട്ടിനുറുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്തപ്പോഴും ഒരു നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ആ കാറിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അന്നുവരെ ഞങ്ങളാരും കേൾക്കാത്ത രീതിയിൽ ആ ചെറുപ്പക്കാരൻ ഖുർആൻ ഓതാൻ തുടങ്ങി. ഇടക്കിടക്കവൻ ലാ ഇലാഹ ഇല്ലല്ലയും പറയുന്നുണ്ട്. ആ വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിക്കുമ്പോ പോലീസുകാരൻ പറയുന്നു, എന്റെ മകന്റെ സ്ഥാനത്ത് ഞാൻ ആ മകനെ കണ്ട് ഞങ്ങൾ 6 പേരും നെഞ്ചുരുകി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നാഥാ ഈ ചെറുപ്പക്കാരന്റെ ആയുസ് നീ നീട്ടിക്കൊടുക്കണേ, ഇവന് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശരീരത്തെ ഞങ്ങൾ മുൻഭാഗം വെട്ടിപ്പൊളിച്ചെടുത്ത് ആംബുലൻസിൽ കയറ്റി അവന്റെ തലയെന്റെ മടിയിലേക്ക് കിടത്തി ഞാൻ അവന്റെ തലമുടികൾക്കുള്ളിലൂടെ കൈകളോടിക്കുമ്പോ എന്റെ സങ്കടം കണ്ടിട്ടാവാം ആ ചെറുപ്പക്കാരൻ എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഉസ്ബിർ ഉസ്ബിർ, ക്ഷമിക്കണേ വാപ്പ, ക്ഷമിക്കണം. ഇതൊക്കെ പ്രപഞ്ചനാഥനായ പടച്ച റബ്ബിന്റെ ഒരു തീരുമാനം മാത്രമാണ് എന്നാ ചെറുപ്പക്കാരൻ എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആശുപത്രിയിലേക്ക് തിരക്കിട്ട് പോകുമ്പോ ഞങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോ അവൻ ഇടക്കിടക്ക് തൽക്കീൻ ചൊല്ലുകയും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ വേദനയുടെ ഒരു സങ്കടം പോലും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അവസാനം ആശുപത്രിയിൽ എത്തുന്നതിന്റെ കിലോമീറ്ററുകൾക്ക് മുൻപ് വായിൽ നിറഞ്ഞ ചോര എന്റെ ശരീരത്തിലേക്ക് ഛർദിച്ചുകൊണ്ട് എന്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ആ പോലീസുകാരൻ പറയുന്നു, എനിക്കോർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാ. പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അള്ളാഹുവിന്റെ മതമനുസരിച്ച് ദീനിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു സ്വാഗതം. വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന മലക്കുകൾ മരിപ്പിക്കാൻ ഉദ്ദേശിച്ച മയ്യത്തിന്റെ ആത്മാവിന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് 2 കൈകളും നീട്ടി അവര് സ്വാഗതം ചെയ്യും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, നീ പടച്ച റബ്ബിന്റെ സമക്ഷത്വത്തിലേക്ക് മടങ്ങിപ്പോരുക. പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തപ്പെട്ട സ്വർഗത്തിന്റെ കവാടം നിനക്കായി പടച്ച റബ്ബ് തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ നാഥന്റെ വിളിക്കുത്തരം നൽകി പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും ആ മനുഷ്യന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുക. അവസാനം ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 4 പോലീസുകാര് കയറി ചെന്നു. അന്ന് കേട്ട വാർത്ത, ആ മകന് ജോലി കിട്ടിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവന് കിട്ടിയ ആദ്യത്തെ ശമ്പളവുമായി അവന്റെ വല്യമ്മയെയും വല്യപ്പയെയും കാണാൻ പുറപ്പെട്ടതാണ്. ആ യാത്രക്കിടയിൽ വല്യമ്മയും വല്യപ്പയും താമസിക്കുന്ന വീടിന്റെ അരികിൽ
ആഫ്രിക്കക്കാരായ യത്തീം മക്കള് താമസിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ കുറച്ച് പഴങ്ങളും ധാന്യങ്ങളും എന്റെ മകൻ കൂടെ കരുതിയതാ. അത് കേട്ട സെക്കൻഡിൽ ആ പോലീസുകാരൻ ലേഖനത്തിന്റെ അവസാനം പറയുന്നു, ഈ ദുനിയാവിൽ പടച്ച റബ്ബിന്റെ മതമായ ഇസ്ലാം ഉപകാരപ്പെടുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങിയ ഒരു മയ്യത്തിനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ട് ആ പോലീസുകാരൻ ചോദിക്കുന്നു, മനുഷ്യരെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന പള്ളുരുത്തിയിലെ എറണാകുളത്തെ വൈറ്റിലയിലെ മനുഷ്യരെ, ആയക്കാലങ്ങൾ അത്രയും വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ കേട്ട്, മലയാളത്തിലുള്ള ഖുതുബകൾ കേട്ട്, ആഴ്ചകൾ തോറും ഖുർആൻ ക്ലാസുകൾ കേട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്ന് സ്വയം ആശ്വസിക്കുന്ന വിശ്വാസികളെ, നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? ഇതിലേത് രീതിയിലായിരിക്കും എന്റെയും നിങ്ങളുടെയും മരണം? ലോകത്ത് രണ്ട് രീതികളിലെ മരണമുള്ളൂ. ഒന്നുകിൽ പടച്ച റബ്ബ് വെറുത്ത മരണം, അല്ലെങ്കിൽ അല്ലാഹ് ഇഷ്ടപ്പെട്ട മരണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ഈ കാണുന്ന പവറും പത്രാസും ഉപകാരപ്പെടാതെ ജീവിതത്തിന്റെ സകല സ്വഭാവങ്ങളും ഉപേക്ഷിച്ച് സങ്കടങ്ങളും പരാതികളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി നാഥന്റെ വിളിക്കുത്തരം നൽകുന്നത് നാളെ നേരം വെളുക്കുമ്പോഴാണെങ്കിൽ, സുബഹിക്ക് പള്ളിയിൽ പോകുന്ന വാപ്പ ബാങ്ക് കൊടുത്തിട്ടും എഴുന്നേൽക്കാതാകുമ്പോ തട്ടിവിളിക്കുന്ന മകൾക്ക് മുൻപിൽ, ഭാര്യയ്ക്ക് മുൻപിൽ നിശ്ചലനായി കിടക്കുന്ന സ്വന്തം മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഉമ്മമാരോ ഉപ്പമാരോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവസാനം മരണം സ്ഥിരീകരിച്ച് വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ ഉമ്മറത്തോ വിരിക്കപ്പെട്ട ഒരു കട്ടിലിൽ നമ്മളെ മക്കള് കിടത്തുന്നത്, ആത്മാവിനെ പിടിക്കുമ്പം മറഞ്ഞു പോകുന്ന കണ്ണുകൾ കാണാൻ വരുന്നവർക്ക് പേടിയാവാതിരിക്കാൻ രണ്ട് കൈകളെ കൊണ്ടും മക്കളോ കുടുംബക്കാരോ നമ്മളെ കണ്ണങ്ങടച്ചു കളയുന്നത്, അവസാനം തുറന്നു പോകുന്ന വാ അതിന്റെ ഭീകരത കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ ഒരു ശീലക്കഷണം കൊണ്ട് താടിയല്ലുകൾ കൂട്ടിക്കെട്ടുന്നത്, തണുത്തുറഞ്ഞു പോകുന്ന കാലുകൾ ചേർത്ത് കെട്ടി ബുദ്ധിമുട്ടാവാതിരിക്കാൻ മരിച്ച ഉടനെ തന്റെ തള്ളവിരലുകൾ കൂട്ടിക്കെട്ടി ആ മയ്യത്തിനെ സ്റ്റേണായി നേരെയാക്കി കടത്തുന്നത്, തന്റെ മുഖത്തേക്ക് പുതച്ചിരിക്കുന്ന ഒരു വെള്ളത്തുളി പോലും നീക്കാൻ പറ്റാതെ നിശബ്ദനായി തുണിയുടെ അടിയിൽ കിടക്കുമ്പോ വിവരമറിഞ്ഞു വരുന്ന ആളുകൾക്ക് വേണ്ടി അവസാനത്തൊരു നോക്കിന് നമ്മളെ മക്കളോ മൂത്ത മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആണോ നമ്മളുടെ മുഖമൊന്ന് കാണിച്ചു കൊടുക്കുന്നത്, കാണുന്ന ഓരോ കുടുംബക്കാരും നാട്ടുകാരും ഒരുപാട് ആലോചിച്ചു കൂട്ടി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായയുടെ വീട്ടിന്റെ മൂലയിലേക്ക് മാറി നിൽക്കുന്നത്, അവസാനം 6 ആളുകളുടെ തോളിലെടുക്കപ്പെട്ട് മറക്കുള്ളിൽ കൊണ്ടുപോയി വൃത്തിയായി നമ്മളെ മക്കൾ കുളിപ്പിക്കുന്നത്, ഇറുകി പിടിച്ച വസ്ത്രങ്ങളയച്ച് ശരീരത്തിലേക്ക് വെള്ളം ചേർത്ത് അന്ന് വരെ ഒറ്റ കൊതുവെടുത്തിരുന്ന നമ്മളെ കുടുംബക്കാരോ ബന്ധക്കാരോ ഒതുവെടുപ്പിക്കുന്നത്, അവസാനം കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് വിസർജ്യമില്ലാത്ത തുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ 1ാമത്തെ സഫിൽ കൊണ്ടുവച്ച് ഇക്കണ്ട നാട്ടുകാരും കുടുംബക്കാരും മക്കളും മരുമക്കളും നെഞ്ചുപൊത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവസാനം തോളുമാറിയെടുത്ത് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് നൽകുന്ന അവസാനത്തെ ഒരു യാത്രയപ്പ്, ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത്, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ റബ്ബേ, നിന്റെ ഉമ്മയാ റബ്ബേ, നിന്റെ ജ്യേഷ്ഠനാ റബ്ബേ, നിന്റെ മക്കളാ റബ്ബേ, ഇന്നലെ വരെ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് പള്ളിയിൽ കണ്ടവനാ റബ്ബേ, എന്നോട് കുശലം പറഞ്ഞ് സലാം പറഞ്ഞ് തിരിച്ചു പോയവനാ റബ്ബേ, അതുകൊണ്ട് നാദാ സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ ഖബറിലേക്ക് ചേർത്ത് വെക്കുമ്പോ ആ ഖബറിലുള്ള ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നാദാ ദുനിയാവിൽ പവറുള്ളവനാ, ദുനിയാവിൽ പണമുള്ളവനാ, ദുനിയാവിൽ ആഢ്യത്വമുള്ളവനാ, ദുനിയാവിൽ തറവാട് മഹിമയുള്ളവനാ, എടോ എന്ന് ചോദിച്ചാൽ പോടാന്ന് പറയാൻ നാവ് പൊന്തിയവനാ,
എന്തടീന്ന് ചോദിച്ച എന്താക്കണടീന്ന് ചോദിക്കുന്ന നാവുള്ളവരാ. അതുകൊണ്ട് നാഥാ, ഈ ദുനിയാവിൽ നിന്നും മടങ്ങി 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഒരക്ഷരം ഉരിയിടാൻ, ഒരക്ഷരം തിരിച്ചു പറയാൻ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ആ ഉത്തരം പറയാനുള്ള കഴിവ് ഈ കബറാളിക്കിങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുമ്പോഴും ആ കബറിന്റെ ഭയാനകത, അതിന്റെ സങ്കടം, അതിന്റെ ബേജാറ് ആ കബറാളിയെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കബറും പുറത്തുള്ള ആളുകൾ കാലടിപ്പാടുകൾ പിന്തിരിഞ്ഞു പോകുന്നതിന്റെ മുൻപേ ആ കബറിന്റെ 2 ഭാഗങ്ങളും പടച്ച റബ്ബ് ഇടുക്കിക്കളയും. ആ ഇടുക്കുമ്പോ വാരിയല്ലുകൾ കോർത്തുപോകുമാറ് കബറിൽ കിടന്ന് കരയും ആത്മാവ്. ആ കരച്ചിലെങ്ങാനും മനുഷ്യരെ കബറും പുറത്തുള്ള നിങ്ങൾ കേട്ടാൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അല്ലാഹുവിന്റെ കബറിന്റെ വക്കിലേക്ക് ചെല്ലില്ലായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ദുരിതമാക്കപ്പെട്ട വേദനയുടെ കബറിന്റെ ഭയാനകത, ആ പ്രയാസം ഈ കബറാളിക്കിങ്ങി കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ നാഥാ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുവേ സകല പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ സുന്ദരമായൊരു സ്വർഗത്തിന്റെ കവാടം ഈ കബറാളിക്കിങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോരും. പിന്നാരാ മനുഷ്യരെ നമ്മളെ കബറും പുറത്തു വരാറുള്ളത്? ഈ കൂട്ടത്തിലെ എത്ര ആളുകൾ എത്ര മയ്യത്തുകളെ കണ്ടവരാ, എത്ര മയ്യത്തുകളെ യാത്രയാക്കിയവരാ, എത്ര പേരെ പറ്റി ആലോചിച്ച് വിങ്ങിപ്പൊട്ടിയവരാ. അതിനുശേഷം ഇന്ന് വരെ ഒരു മയ്യത്തിന്റെ കബറിന്റെ വക്കിലേക്ക് ചെന്ന് ആ കബറ് കിടക്കുന്നവരെങ്ങനെ ജീവിക്കുന്നു റബ്ബേ എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി ആ പടച്ച റബ്ബ് പഠിപ്പിച്ചതും ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി യഥാർത്ഥ ഇസ്ലാമിനെ നെഞ്ചിലേറ്റി കർമ്മങ്ങളെ കൊണ്ട് സത്യപ്പെടുത്തി ജീവിച്ചിരിക്കുമ്പോ ഒരു നല്ല മുസ്ലിമായി മുഅ്മിനായി നിങ്ങൾക്ക് മരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കയറാനും മരണാനന്തര ലോകത്ത് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. ഇത് കേവലം